ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാനസയാണെങ്കിൽ രണ്ടും കൽപ്പിച്ചിറങ്ങാനായിട്ട് പോകുന്നു. എന്തായാലും അലിഗയിൽ പോയതിന് ശേഷം തന്നെ എല്ലാവരും ഒരേപോലെ തന്നെയാണ് സംസാരിക്കുന്നത്. കൃഷി ഒരു ക്ലയൻറ്റിൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നുള്ള രീതിയിൽ. പക്ഷേ അത് എനിക്ക് ദുരൂഹത തോന്നുന്നുണ്ട്. ആൻറ്റിയമ്മ എന്ന് പറയുന്നത്, നീ എന്തൊക്കെയാണ് മാനസയെ പറയുന്നത്? അവൻ എന്തെങ്കിലും ടൂർ പോയതിന് അതിന് എന്ത് ദുരൂഹതയാണുള്ളത്? നീ എന്തൊക്കെയാണ് പറയുന്നു. പിന്നെ കൺമണിയുടെ കാര്യമാണെങ്കിൽ നീ ഒരു ടെൻഷൻ അടിക്കേണ്ട, അവൾ വീട്ടിൽ തന്നെയുണ്ട്, ഞാൻ അതൊക്കെ അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കൃഷി എവിടെ പോയെന്നുള്ള ഒരു പിടുത്തം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അതന്നെ ആൻറ്റിയമ്മ ഞാൻ പറയുന്നത്, ഞാൻ അവനെ ഒന്ന് അന്വേഷിച്ച് ഇറങ്ങട്ടെ എന്ന രീതിയിലൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ കാണിക്കുന്നത് കൺമണിയാണ്. കൺമണിയാണെങ്കിൽ ദേവ്ജിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ദേവ്ജി ഞാനൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന രീതിയിൽ പറയുന്നുണ്ട്. ആരാ കൺമണി ആ വക്കീലെന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ്റെ അനിയത്തിയാണ്. അവൾ നല്ലവളാണ്, എന്നോട് ആദ്യമൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്തന്നത് അവൾ തന്നെയാണ്. പക്ഷേ ഏതോ സമയത്ത് ഞാൻ തെറ്റിദ്ധരിച്ചതാണ് അവളെ എന്ന് പറയുന്നു. മാത്രമല്ല ഇപ്പോൾ ബലരാമനും കൃഷിയും ഒരേ സെല്ലിൽ തന്നെയാണ് സർ ഉള്ളത്. അത് പ്രശ്നമാവുമല്ലോ കൺമണി? ഒരു പ്രശ്നവുമില്ല, ബലരാമൻ ഇപ്പോൾ കൃഷിനെ സ്വന്തം അനിയനെ പോലെ തന്നെയാണ് കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. അവരെനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ടെന്ന രീതിയിൽ പറയുന്നു. എന്തായാലും ഭാഗ്യശ്രീ കൃഷിനെ ജാമ്യത്തിൽ ഇറക്കും, അത് സാറിനും അറിയുന്നില്ല. പക്ഷേ അതെന്തായാലും എനിക്ക് ഉറപ്പുണ്ടെന്ന രീതിയിലൊക്കെ കൃഷിനെ കുറിച്ച് കൺമണി പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും കാണിക്കുന്നത് ഭാഗ്യശ്രീയെ ഈ കാര്യം അറിഞ്ഞതിന് ശേഷം തന്നെ ബാലു തല്ലുക കേട്ടോ. അവന് ജാമ്യം നൽകാൻ എന്തിനടി പോയതെന്ന രീതിയിലൊക്കെ പറഞ്ഞ് തല്ലുന്നുണ്ട്. അവസാനം ഇനി ഭാഗ്യശ്രീക്ക് അവരെ ജാമ്യം എടുക്കാൻ പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കണം. കാരണം അവളെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ല. പിന്നീട് കാണിക്കുന്നത് ബലരാമനെയാണ് കേട്ടോ. ബലരാമനാണെങ്കിലോ കൃഷ്ണന് ഭക്ഷണമൊക്കെ രാത്രി എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. കൃഷ്ണനാണെങ്കിലും അമ്പനും വില്ലിനും അടുക്കില്ല എന്ന് പറഞ്ഞില്ലേ, അതേമാതിരിയാണ്. ബലരാമനെ ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ കൃഷി തയ്യാറല്ല. കൃഷി അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എനിക്ക് നിൻ്റെ ഒന്നും വേണ്ട, നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന ഒരു പകയിൽ തന്നെയാണ് കൃഷി ഇപ്പോഴും നിൽക്കുന്നത്. കൃഷിയെ തെറ്റ് പറയാൻ പറ്റില്ല, കാരണം കൃഷി അത്രയും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അതിനുശേഷം തന്നെ ബലരാമൻ സ്വന്തം ഏട്ടനെ പോലെ തന്നെ കൃഷിനെ നോക്കുന്നുണ്ട് കേട്ടോ. കൺമണിയാണെങ്കിലും രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇനി മുന്നോട്ട് പോകാനായിട്ട് നിൽക്കുന്നത്. കാരണം കൃഷിനെ ഇറക്കി കൊണ്ടുവരികയും ഇനി വരുണിനെയോ ആരെയും താൻ പേടിക്കുന്നില്ല എന്ന മട്ടിൽ തന്നെ നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ നമ്മുടെ കൺമണി മുന്നോട്ട് പോകട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടുന്ന പ്രമോ വിശേഷം കഴിയുന്ന ആളൊരു നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.